വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭയുടെ അനുമതി. ഈ നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. ബിൽ സംബന്ധിച്ച് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുമായി ചർച്ച നടത്തി. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഒടുവിൽ സ്വകാര്യ സർവകലാശാല ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. CPI അടക്കമുള്ള കക്ഷികൾ അവരുടെ ആശങ്കകൾ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അവരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി, ഇത് സംബന്ധിച്ച് CPI ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഈ സ്വകാര്യ സർവകലാശാലയിലെ വിസിറ്റർ തസ്തിക അത് ഒഴിവാക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് വിസിറ്റർ ആക്കാൻ ഈ കരട് ബില്ലിൽ തീരുമാനിച്ചിരുന്നത്. അത് വേണ്ട എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിസിറ്റർ തസ്തിക സ്വകാര്യ സർവകലാശാലയിൽ വിസിറ്റർ തസ്തിക എന്ന വ്യവസ്ഥ അത് റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ എതിർപ്പ് CPIയുടെ ഭാഗത്തുനിന്ന് ഇല്ല. അത് അവരെ കുറച്ച് അനുനയിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി എന്നാണ് സൂചന. അതേസമയത്ത് തന്നെ ഈ സംവരണം, ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നേരത്തെ CPI ആശങ്ക അറിയിച്ചിരുന്നു. അത് ഇന്നും തുടർന്നെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എങ്കിലും ഈ മന്ത്രിസഭ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത് ഈ തവണത്തെ നിയമസഭ ഇപ്പോൾ തുടരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ കാലയളവിൽ തന്നെ നിയമസഭയുടെ പരിഗണനയിൽ വരും. നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും. വിശദമായിട്ടുള്ള ചർച്ച ഇത് സംബന്ധിച്ച് സഭയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ, LDFന്റെ തന്നെ ഘടകകക്ഷികൾ എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. CPM എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, നിലപാട് രാഷ്ട്രീയപരമായി തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ കൂടി സംസ്ഥാനത്തേക്ക് ആകാമെന്ന തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഗവർണറെ കണ്ട് അദ്ദേഹത്തെ കൂടി ധരിപ്പിച്ച ശേഷമാണ് ഈ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബില്ല് മന്ത്രിസഭ പരിഗണിക്കുന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കൂടി ധരിപ്പിച്ച ശേഷമാണ് ഇന്നിപ്പോൾ മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഇത് അവതരിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ CPI എതിർപ്പ് അറിയിച്ചു. എങ്കിലും കരട് ബില്ല് പാസ്സായിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് മന്ത്രിസഭയുടെ അനുമതി. ഈ നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. ബില്ല് സംബന്ധിച്ച് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുമായി ചർച്ച നടത്തുകയും ചെയ്തു. അർജുൻ രാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.